Hi, good morning, my dears. Welcome back to our class. Okay, we can continue our story. Whose story? Yes, Namida and Ajit. നമിതയുടെയും അജിത്തിൻ്റെയും വളരെ രസകരമായ ഒരു കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, ദെൻ എന്ത് സംഭവിച്ചു? യെസ്, നമിത എന്ത് ചെയ്തു? സാരിയുടെ മുന്താണിയിൽ തീ പിടിപ്പിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ കിച്ചണിലേക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ സ്വീകരിക്കുന്ന രീതികളാണ് എന്ത് ചെയ്യുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ അവൾ വന്നപ്പോൾ അവളുടെ സിസ്റ്ററിനോ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്തു? വായിച്ചു മനസ്സിലാക്കി. ഓക്കെ, ദെൻ now listen. Namita looks around once to get a sense of the atmosphere. അപ്പോൾ നമിതയോട് അവളുടെ സിസ്റ്ററിനോ പറയുകയാണ് എന്ത്? പിന്നെ അവിടെ ലവ്ലി ടോക്സ് ഒക്കെ നടക്കുകയാണ്. കിട്ടിയ ചാൻസിനൊക്കെ നീ മുകളിലേക്ക് റൂമിലേക്ക് കയറി പോവാണ്, ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇരിക്കാനെന്നൊക്കെ എന്ത് ചെയ്യാണ് ഇങ്ങനെ പറയുകയാണ് അല്ലേ? അങ്ങനെ ഇത് പറഞ്ഞ സമയത്ത് നമിത ലുക്സ് അറൗണ്ട് വൺസ്, ഒരിക്കൽ കൂടി ചുറ്റും നോക്കി. എന്തിനായിരിക്കും? ടു ഗെറ്റ് എ സെൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ടു ഗെറ്റ് ദ സെൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ, അതായത് ചുറ്റുപാടും എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ആരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവൾ ചുറ്റും നോക്കി. സീസ് ദ ഹേർലി ബേർലി ഓഫ് ദ മോർണിംഗ്. അവൾ എന്ത് കണ്ടു? സീസ് ദ ഹേർലി ബേർലി ഓഫ് ദ മോർണിംഗ്. ഹേർലി ബേർലി മീൻസ് ബിസി, അതായത് യാതൊരുവിധ പിന്നെ ഒഴിവുമില്ലാത്ത എല്ലാവരും രാവിലെ, അതായത് സ്കൂളൊക്കെ ഉള്ള ടൈമിൽ എല്ലാവരും രാവിലെ എന്തായിരിക്കും? ഹേർലി ബേർലി ആയിരിക്കും, തിക്കും തിരക്കും എന്ന് പറയും അല്ലേ? ഹേർലി ബേർലി ഓഫ് ദി മോർണിംഗ്, രാവിലത്തെ ആ ഒരു ജോലിക്ക് പോകാനുള്ളവർ, അങ്ങനെ പിന്നെ സ്കൂളിൽ പോകാനുള്ളവർ, അങ്ങനെ പോകുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ അടുക്കള കിച്ചണിലുള്ളവർ, അങ്ങനെ നമുക്കെല്ലാവർക്കും അറിയാം രാവിലെ എങ്ങനെയായിരിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ അതിനെയാണ് ഇവിടെ ഹേർലി ബേർലി ഓഫ് ദി മോർണിംഗ് എന്ന് പറയുന്നത്. പിന്നെയോ സീസ് ദ ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ ഓൺ ഐദർ സൈഡ്. അപ്പോൾ ഒരു ഭാഗത്ത് ആളുകൾ രാവിലെ അവരുടെ ആ ഒരു വെപ്രാളം അല്ലെ, പോകാനുള്ള ഒരുക്കം. മറുഭാഗത്ത് എന്താണ്? സീസ് ദ ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ ഓൺ ഐദർ സൈഡ്. അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഫോറസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓൺ ഐദർ സൈഡ് എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള മനുഷ്യരെന്നല്ല അർത്ഥം. ഫോറസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം വെച്ച് വരുമ്പോൾ കാട്ടിലെ മനുഷ്യരെന്ന് വരും അല്ലേ? അപ്പം ഇവിടെ എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അതെ, ഒരുപാട് മരങ്ങൾ തിങ്ങി ഇരിക്കുന്ന സ്ഥലമാണ് എന്ത്? അതിനെയാണ് നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുക അല്ലേ? അല്ലാതെ നമ്മളവിടെ ഒരുപാട് മരങ്ങൾ നമ്മളെ ചുറ്റൊക്കെ ഉണ്ട് അല്ലേ, അതിനെ നമ്മൾ ഫോറസ്റ്റ് എന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ വിളിക്കുന്ന ഫോറസ്റ്റിൽ എന്തായിരിക്കും? തൊട്ടടുത്ത് എന്തായിരിക്കും? മരങ്ങളായിരിക്കും. അപ്പോൾ മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് എന്ത്? ഫോറസ്റ്റ്. അപ്പം ഇവരുടെ വീടിനെയാണ് നാം ഇത് എന്ത് പറയുന്നത്? വീട്ടിലുള്ള ആളുകളെയാണ് എന്ത് പറയുന്നത്? ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ആൾ, നമ്മൾ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞു 52 കൈകളിലൂടെയാണ് ലെറ്റർ കൈമാറി വരാറുള്ളത് എന്നല്ലേ? അപ്പം ഇവിടെ പിന്നെ എന്താണ്, ഈ വീട്ടിൽ അത്രയും ആളുകളുണ്ട്. 3rd ഫ്ലോറിലാണ് ഇവർ താമസിക്കുന്നത് വീടിൻ്റെ. അപ്പോൾ ആ വീട്ടിൽ അത്രയും ആളുകളുണ്ട്. അപ്പോൾ അതിനെയാണ്, ആ ആളുകളുടെ എണ്ണത്തെയാണ്, ജോയിൻറ്റ് ഫാമിലിയെയാണ് ഇവിടെ ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. മാറിപ്പോകരുത്. ഫോറസ്റ്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ജോയിൻറ്റ് ഫാമിലിയെയാണ്. അപ്പോൾ ഒരു സൈഡിൽ ആളുകൾ, മറ്റൊരു സൈഡിൽ ഹേർലി ബേർലി ഓഫ് ദി മോർണിംഗ്. ആൻഡ് ദെൻ ഹെർ വോയിസ് മസ്റ്റ് നോട്ട് ട്രംബിൾ. പക്ഷെ അവളുടെ വോയിസ് മസ്റ്റ് നോട്ട് ട്രംബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ വിറക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, പതറിയില്ല. സോ ഷീ ടു സ്മൈൽസ് എ സ്മോൾ സ്മൈൽ ആൻഡ് സേസ് in an extremely soft voice. So she two smiles, ചിരിച്ചു, a small smile, ഒരു ചെറിയ ചിരി, and says, പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞത്? in an extremely soft voice, വളരെ മൃദുവായിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദത്തിൽ അവൾ പറഞ്ഞു. എന്താ പറഞ്ഞത്?
ഹോ ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഇത് അങ്ങനെയൊന്നുമല്ല. ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ് നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നുമല്ല. ലവ്ലി ടോക്ക് ഒന്നുമല്ല. എന്താണ്? യു ഷുഡ് കം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വരണം. ആൻഡ് പീക്ക് ഇൻ സം ടൈം. ചില സമയങ്ങളിൽ നിങ്ങൾ വന്നിട്ട് പീക്ക് ചെയ്യണം. പീക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എത്തി നോക്കുക. അപ്പൊ ചില സമയങ്ങളിൽ നിങ്ങൾ വന്ന് എത്തി നോക്കണം. അവർ ടോക്ക് ഈസ് ഓൾ ആംഗ്രി ടോക്ക്. ഡു യു നോ? അപ്പോൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ റൂമിന്റെ ഇടക്കൊക്കെ ഒന്ന് വന്ന് എത്തി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. അവർ ടോക്ക് ഈസ് ഓൾ ആംഗ്രി ടോക്ക്. ഞങ്ങളുടെ സംസാരം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഓൾവേസ് ഓൺ ആംഗ്രി ടോക്ക്. ദേഷ്യമുള്ള സംസാരമാണ്. ഡു യു നോ? അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അപ്പം ഞങ്ങൾ ലവ്ലി ടോക്ക് ഒന്നുമല്ല. ഞങ്ങൾ എന്താണ്? ഓൾവേസ് ആംഗ്രി ടോക്കാണ്. ഡു യു നോ? അത് നിങ്ങൾക്കറിയാമോ? Then Mejo wife laughs ho 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 and says, "Stop it! No wife, don't cover up the forbidden fish with your pious spinach." Then wife, Mejo wife, listen, Mejo wife. What is Mejo wife? Mejo wife നമ്മളെ ടെക്സ്റ്റിൽ അന്ന് പറഞ്ഞതുപോലെ 22ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സെക്കൻഡ് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ്. അതായത് രണ്ടാമത്തെ ഏട്ടന്റെ വൈഫാണ് എന്ത്? മെജോ വൈഫ്. ദെൻ ലോവ്സ് ഹോ ഹോ, ചിരിച്ചിട്ട് പറയാണ് സ്റ്റോപ്പ് ഇറ്റ്, നിർത്ത്. നോ വൈഫ് എന്ന് പറഞ്ഞാല് ഫോർത്ത് ഓൾഡസ്റ്റ് ബ്രദർ. അതായത് ഇവിടെ പിന്നെ മെജോ വൈഫിന്റെ നോ വൈഫ്, ഫോർത്ത് ഓൾഡസ്റ്റ് ബ്രദർ വൈഫ്. അപ്പൊ 4ാമത്തെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബ്രദറിന്റെ വൈഫ് പറയാണ് സ്റ്റോപ്പ് ഇറ്റ്, ഡോണ്ട് കവർ അപ്പ് ദ ഫോർബിഡൻ ഫിഷ് വിത്ത് യുവർ പിയസ് സ്പിനാഷ്. എന്ത് ചെയ്യരുത്? ഡോണ്ട് കവർ ചെയ്യരുത്, മറക്കരുത്. എന്തിനെ? ദ ഫോർബിഡൻ ഫിഷിനെ എന്ത് ചെയ്യരുത്? മറക്കരുത്. എന്തുകൊണ്ട്? വിത്ത് യുവർ പിയസ് സ്പിനാഷ്. നിങ്ങളുടെ സ്പിനാഷ് കൊണ്ട് എന്ത് ചെയ്യരുത്? ഫോർബിഡൻ ഫ്രൂട്ടിനെ മറക്കരുത് എന്ന്, ഫോർബിഡൻ ഫിഷിനെ മറക്കരുത് എന്ന് പറയാണ്. ദാറ്റ് മീൻസ് നോട്ട് അലൗഡ് ടു ബി ബ്രോട്ട് ഇൻസൈഡ് ദ കിച്ചൺ. അതായത് ഫിഷ് നോട്ട് അലൗ, അതായത് ഇവരുടെ ഈ പിന്നെ കഥ നടന്നിട്ടത് പഞ്ചാബിലല്ലേ? ഏത് ഭാഷയിലായിരുന്നു നമ്മൾ പറഞ്ഞത്? യെസ്, ബംഗാളി, സോറി. അപ്പോൾ അവിടെ ഉള്ളൊരു ഡിഷാണ് എന്ത്? ഈ അതായത് പിന്നെ അധികം അവിടെ എന്ത് നടക്കില്ല, കിച്ചണിൽ ഫിഷ് കൊണ്ടുവരാൻ പാടില്ല. പിന്നെ ഈ ഫോർബിഡൻ ഫിഷ് അഥവാ കൊണ്ടുവന്നിട്ട് തന്നെ അതിനെന്ത് ചെയ്യില്ല, അതിനെ കാണിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആചാരം. പിന്നെ വേറെ ഒന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഫോർബിഡൻ ഫിഷ് എന്ന് പറയുന്നത് അവരുടെ നാട്ടിൽ അവരുണ്ടാക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ഡിഷാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫോർബിഡൻ ഫിഷിന്റെ മുകളിൽ അതിനെ മീനിനെ എന്ത് ചെയ്യും? സ്പിനാഷ് എന്ന് പറഞ്ഞാൽ ചീരയാണ്. അപ്പൊ ഒരു പ്രത്യേക തരം ചീരയാണ്. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യും? കവർ ചെയ്തിട്ട് ഫിഷ് ഉള്ളിലുള്ളത് ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യും? കവർ ചെയ്യും. അപ്പൊ അങ്ങനെ മറക്കുക. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, പിന്നെ നീ വെറുതെ പറയണ്ട, നിങ്ങളുടെ എന്ത് ലവ്ലി ടോക്കിനെ എന്തുകൊണ്ട് ആംഗ്രി ടോക്കാണ് നിങ്ങളുടെ അവിടെ നടത്തുന്നത്, ലവ്ലി ടോക്ക് അല്ല, ആംഗ്രി ടോക്ക് ആണെന്ന് പറഞ്ഞിട്ട് നീ മെല്ലെ എന്ത് ചെയ്യണ്ട, മെല്ലെ എസ്കേപ്പ് അടിക്കണ്ട. ഞങ്ങൾക്കൊക്കെ അറിയാം എന്താണ് അവിടെ നടക്കുന്നത്. വി ന്യൂ ദ ട്രൂത്ത്. ഞങ്ങൾക്ക് സത്യം അറിയാം. നീ പറയുന്നത് പോലെ ഒന്നുമല്ല. നീ വെറുതെ എന്ത് ചെയ്യണ്ട, നമ്മൾ പറയില്ലേ ഇരുട്ടുകൊണ്ട് ഓട്ടടക്കുക എന്നൊക്കെ പറയൂലേ, അപ്പൊ അതുപോലെ എന്ത് ചെയ്യണ്ട, നിങ്ങളവിടെ സംസാരിക്കുന്നത് ആംഗ്രി ടോക്ക് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, നീ ഇത് സബ്ജക്റ്റ് മാറ്റി പോകണ്ട, അല്ലെങ്കിൽ ഞങ്ങളെ മറച്ചു വെക്കൊന്നും വേണ്ട. ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയാം. ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകളൊക്കെ തന്നെയാണ്. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഫോർബിഡൻ ഫിഷും വിത്ത് യുവർ പിയസ് സ്പിനാഷ് എന്നുള്ളത് എന്ത് ചെയ്യരുത്, മറക്കരുത്. കാരണം അത് നിങ്ങളോട് ചോദിക്കാം, എന്താണ് കഥയിൽ അങ്ങനെ പറയാൻ കാരണം, അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, ദെൻ വി ഹാവിൻറ്റ് ബീൻ റൈസ്ഡ് ഓൺ ഡോങ്കീസ് ഗ്രാസ്. പിന്നെ പറയുന്നത് എന്താണ്, വി ഹാവിൻറ്റ് ബീൻ റൈസ്ഡ് ഓൺ ഡോങ്കി ഗ്രാസ്. ഞങ്ങൾ വെറുതെ പുല്ല് തിന്നുന്ന കഴുതകളൊന്നുമല്ല, ഞങ്ങളെ അങ്ങനെ കാണേണ്ടത്. വൈ ഡു വി നീഡ് ടു പീക്ക് ഇൻ? ഞങ്ങൾക്ക് എന്താ അവിടെ വന്ന് എത്തി നോക്കേണ്ട കാര്യം? വൈ ഡു വി നീഡ് ടു പീക്ക് ഇൻ? ഞങ്ങൾ എന്തിനാ അവിടെ വന്ന് എത്തി നോക്കുന്നത്?
വാട്ട് യു ആർ ഷോയിങ് ആസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ്. ഞങ്ങൾക്ക് അവിടെ വന്ന് എത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാട്ട് യു ആർ ഷോയിങ്, നിങ്ങൾ എന്താ ഞങ്ങളുടെ, യു ആർ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ്, ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ എന്താ നടക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞങ്ങൾ അവിടെ വന്ന് എത്തി നോക്കുന്നത്. 24 hours എ ഡേ, ഒരു ദിവസത്തില് 24 മണിക്കൂറും നിങ്ങൾ അവിടെ തന്നെ അല്ലേ എന്നുള്ളത് പറഞ്ഞു വരികയാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ നമിത ലോവ്സ് എ ലോഫ് ദാറ്റ് ക്യാൻ ബ്രിങ് എ അട്രാക്റ്റീവ് ഫ്ലഷ് ടു വൈറ്റ് ഫേസ്. After laughing that laugh, she says, "Go on, you say the naughtiest things." Namida loves a laugh. Namida ഒരു ചിരി that can bring a attractive flush to a white face. അപ്പൊ അത് അവളുടെ മുഖത്ത് നല്ലൊരു ഫ്ലഷ് എന്ന് പറഞ്ഞാൽ മീൻസ് തുടുത്ത, അതായത് നല്ല പിന്നെ എന്താ പറയാ, ചുവന്ന് തുടുക്കുക എന്ന് പറയില്ലേ, ഫ്ലഷ് ടു എ വൈറ്റ് ഫേസ്. അവളുടെ മുഖത്ത്, വെളുത്ത മുഖത്ത് ഒരു നല്ലൊരു പ്രകാശം, ഒരു അട്രാക്റ്റീവ്നെസ് ഉണ്ടാക്കി അവളുടെ ആ ചിരി. ആഫ്റ്റർ ലാഫിങ് ദാറ്റ് ലോഫ്, ആ ചിരിക്ക് ശേഷം ഷീ സേസ്, അവൾ പറഞ്ഞു, ഗോ ഓൺ യു സേ ദ നോട്ടിയസ്റ്റ് തിങ്സ്. ഗോ ഓൺ, നടക്കട്ടെ. യു സേ ദ നോട്ടിയസ്റ്റ് തിങ്സ്, നിങ്ങൾ പറയുന്നതൊക്കെ എന്താണ്, നോട്ടിയാണ്, നോട്ടിയസ്റ്റ് തിങ്സ് ആണ്. നിങ്ങൾ പറയുന്നതും എന്തെന്നല്ല സത്യമായിക്കോട്ടെ, നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ നടക്കട്ടെ. ഓക്കെ, ദെൻ ദ ബ്യൂസി ബോറോ വൈഫ് റൺസ് അപ്പ്. Have you chopped the vegetables yet? Or are you just telling stories? And suddenly she stops and starts. What's that? What's this unlucky thing? No, wife. How did you burn your ankle that way? Okay, then ബോറോ വൈഫ്, എൽഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ്, ഏറ്റവും മൂത്ത ആളുടെ ഭാര്യയാണ് അത്, ബോറോ വൈഫ്. ഓക്കെ, ദെൻ ദ ബ്യൂസി ബോറോ വൈഫ്, അതായത് വളരെ വേഗത്തിൽ ആര് വരികയാണ്, ഓടി വരികയാണ്. ബോറോ വൈഫ് എന്തോ ചെയ്തു, റൺസ് അപ്പ്, ഓടി വന്നു. ഹാവ് യു ചോപ്ഡ് ദ വെജിറ്റബിൾ സെറ്റ്, നിങ്ങൾ ഇതുവരെയും വെജിറ്റബിൾ ഒന്നും കട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? ഓർ ആർ യു ജസ്റ്റ് ടെല്ലിംഗ് സ്റ്റോറീസ്, നിങ്ങൾ എന്താ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ആൻഡ് സഡൻലി, ഇതൊക്കെ അവൾ വന്ന് ഒറ്റ ശ്വാസത്തിൽ ചോദിക്കുകയാണ്. ഞാൻ, അതായത് നമുക്കറിയാം നമ്മളെ ഉമ്മ നമ്മളെന്തെങ്കിലും വർക്ക് ഏൽപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വരുമ്പോൾ ഉണ്ടാകുന്ന എങ്ങനെയായിരിക്കും, അതന്നെ സംഭവം. അപ്പൊ ഇവിടെ എൽഡസ്റ്റ് ബ്രദറാണ്, വൈഫാണ്, അതായത് മൂത്തച്ചി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാമല്ലോ അല്ലെ. അപ്പൊ അവര് വന്നിട്ട് പറയാണ്, ആൻഡ് സഡൻലി ഷീ സ്റ്റോപ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. പെട്ടെന്ന് അവളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ അവൾ എന്ത് ചെയ്തു, ഷീ സ്റ്റോപ്സ്, പറയുന്നത് പെട്ടെന്നൊന്ന് നിർത്തി. ദെൻ സ്റ്റാർട്ട്സ്, എന്നിട്ട് ആരംഭിച്ചു. എന്താണ്, വാട്ട്സ് ദാറ്റ്, എന്താ ഇത്, വാട്ട് ഈസ് ദിസ് അൺലക്കി തിങ്, നോ വൈഫ്. ഇപ്പോ നോ വൈഫ് എന്ന് ഇവിടെ ആരാണ്, നമിതയാണ്. അപ്പൊ നമിതയോട് ചോദിക്കുകയാണ്, വാട്ട്സ് ദാറ്റ്, എന്താ ഇത്, വാട്ട് ഈസ് ദിസ് അൺലക്കി തിങ്, എന്താണ് അൺലക്കി, അശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അത്. നോ വൈഫ്, ഹൗ ഡിഡ് യു ബേൺ യുവർ ആങ്കോൾ ദാറ്റ് വേ, എങ്ങനെയാ നിന്റെ സാരിയുടെ ഈ ആങ്കോൾ ഈ രീതിയിൽ കരിഞ്ഞത്, എങ്ങനെയാ നിന്റെ ഈ ആങ്കോൾ ഈ രീതിയിൽ കത്തിയത്. നമിത ടു സ്റ്റാർട്ട്സ് ബട്ട് ഓൺലി ഫോർ എ മൊമെന്റ്. നമിത ടു സ്റ്റാർട്ട്സ്, നമിത പെട്ടെന്ന് മറുപടി പറയാം, ബട്ട് ഓൺലി ഫോർ എ മൊമെന്റ്, കുറച്ച് നിമിഷത്തിന് ശേഷം അവൾ പറഞ്ഞു. ദ നെക്സ്റ്റ് ഇൻസ്റ്റന്റ് she folds the ankle back quickly and says, she fold ചെയ്ത മടക്കി, the ankle back quickly, പെട്ടെന്ന് എന്ത് ചെയ്തു, ആ ആങ്കോള് ബാക്കിലേക്ക് മടക്കി. ആൻഡ് says, എന്നിട്ട് പറഞ്ഞു, laughing, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ്, oh don't remind me, അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ, don't remind me, it's exactly what you keep warning about me. I didn't listen. And see what happened. I used my ankle to lift a hot pot of water off the stove. And that did it. Then listen. അപ്പൊ എന്താ പറയുന്നത്, ഓ ഡോണ്ട് റിമൈൻഡ് മീ, അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഇറ്റ്സ് എക്സാക്ട്ലി വാട്ട് യു കീപ്, അതായത് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണോ എന്നോട് പറഞ്ഞിരുന്നത്, എന്നെ വാൺ ചെയ്തിരുന്നത്. വാണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, വാൺ ചെയ്യല്ലേ. അപ്പൊ വാൺ ചെയ്തിരുന്നത് എന്താണോ അത് തന്നെ സംഭവിച്ചു. ഐ ഡിഡ്ന്റ് ലിസൺ, ഞാൻ ശ്രദ്ധിച്ചില്ല. ആൻഡ് സീ വാട്ട് ഹാപ്പൻ, ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, എന്താ സംഭവിച്ചതെന്ന്, ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സംഭവിച്ചു പോയതാ. ഐ യൂസ്ഡ് മൈ ആങ്കോൾ, ഞാൻ എന്റെ ആങ്കോൾ ഉപയോഗിച്ചു, എന്തിനെ, ടു ലിഫ്റ്റ്, പൊക്കാൻ വേണ്ടിയിട്ട്, ഹോട്ട് പോട്ട് ഓഫ് വാട്ടർ, നല്ല ചുടുവെള്ളം
ഓഫ് ദ സ്റ്റൗവിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സാരിയുടെ ആങ്കോൾ ഉപയോഗിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു, അത് യെസ്, അതിൽ തീ പിടിച്ചു, കത്തിയില്ലേ. ആൻഡ് ദാറ്റ് ഡിഡ് ഇറ്റ്, അതാണ് സംഭവിച്ചത് എന്ന് പറയണം. അപ്പൊ നമ്മളൊക്കെ അടുക്കളയിൽ നിന്ന് പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ് എന്ത്, ഒന്നുകിൽ ഷാൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മൾക്ക് എടുക്കാനുള്ള മടി കൊണ്ടാണ് അല്ലേ. അപ്പോൾ എന്താണ് പറയുക, ക്ലോത്ത്സ് ഒക്കെ എടുക്കാനുള്ള മടി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഷോൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇട്ട ഡ്രസ്സ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. ഉണ്ട് 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 എനിക്കറിയാം. പിന്നെ അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ സാരിയുടെ ആങ്കോൾ ഉപയോഗിച്ചിട്ട് അത് എടുത്തു, അതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് ആര് പറയാണ്, നമിത പറയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ കാണിക്കുന്നത് നമിതയുടെ ക്യാരക്ടറാണ് അല്ലേ. അതായത് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു, അല്ലെങ്കിൽ അവള് അനുഭവിച്ച ആ ഒരു വേദനയോ അല്ലെങ്കിൽ അവൾ അനുഭവിച്ച ആ ഒരു ഒന്നും അവളും അജിത്തും തമ്മിലുണ്ടായ യാതൊരുവിധ കശവിഷയും അവൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ എടുത്ത് പറയുന്നില്ല. അവള് ഈ രീതിയിലാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഇവിടെ ലവ്ലി ടോക്ക് എന്ന് പറയുന്നിടത്ത് പിന്നെ അവള് എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അവൾ എന്ത് ചെയ്യുന്നില്ല, വെളിപ്പെടുത്തുന്നില്ല. ജസ്റ്റ് അങ്ങനെയൊന്നുമല്ല, പിന്നെ ആംഗ്രി ടോക്കാണ് നടക്കുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് അവൾ എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ. അപ്പൊ ഇതൊരിക്കൽ ഒരു പെണ്ണിന്റെ അതായത് ഒരു സ്ത്രീ എന്ന നിലക്ക് നമ്മുടെ സ്ത്രീകളിലുള്ള ക്യാരക്ടേഴ്സാണ്. പല കാര്യങ്ങളും ഒളിച്ചു വെക്കാനും പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരോട് ആരോട് ഷെയർ ചെയ്യാതെ നമ്മുടെ മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുഴിച്ചു മൂടാറുണ്ട് അല്ലേ. അപ്പോൾ ഒരു സ്ത്രീയുടെ മനോവികാരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ എബിലിറ്റീസ് ഒക്കെയാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, നമിതയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ.